മോളെ 1 മണിയായി. ഊണ് റെഡിയായോ? ഊണൊക്കെ റെഡിയാ അച്ഛാ. മോളെ വീട്ടിലെ ഊണൊക്കെ നല്ല ബോർഡായിരിക്കണം. ഊണ് റെഡിയായിട്ട് 1 മണിക്കൂറായച്ചാ. ആരെയും കാണുന്നില്ലല്ലോ. ആ, ഊണ് കഴിക്കാൻ ആള് വരുന്ന ഒരു വഴി ഞാൻ കണ്ടിട്ടുണ്ട്. അച്ഛൻ നല്ല ബിസിനസ് മൈൻഡുള്ള ആളല്ലേ, എന്ത് വഴി? മോളെ വീട്ടിലെ ഊണ് ഇതിന്റെ വഴി. അത് ഞാൻ വിളിച്ചു പറഞ്ഞോളൂ, അച്ഛൻ പോയി അവിടെ ഇരിക്കി. ശരി മോളെ, ഞാൻ വീട്ടിലുണ്ട്. വീട്ടിലെ ഊണ് വീട്ടിലെ ഊണ് വീട്ടിലെ ഊണ് വീട്ടിലെ ഊണ് വീട്ടിലെ ഊണ് വീട്ടിലെ ഊണ്. മോളെ വീട്ടിലെ ഊണാണോ? അതെ അങ്കളെ, വീട്ടിലെ ഊണാണ്. കൊറേ ആയി വീട്ടിലെ ഊണ് ഉണ്ടിട്ട്. എനിക്ക് വീട്ടിലെ ഊണ് വേണം. അങ്കളെ അകത്തേക്ക് ചെല്ലേ, അവിടെ അച്ഛനുണ്ട്. അച്ഛാ, ഇയാൾക്ക് ഊണ് കൊടുത്തേക്ക്. വീട്ടിലെ ഊണ് വീട്ടിലെ ഊണ്. മോളെ നീ ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അച്ഛാ, ഞാനിങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടില്ലയോ ഒരാൾ ഊണ് കഴിക്കാൻ വന്നത്. ഒരാൾ ഊണ് കഴിച്ചിട്ട് എന്താവനാ? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് അച്ഛാ? മോളെ നീ വിളിച്ചു പറയുന്ന സ്റ്റൈലൊന്നും മാറ്റി. അച്ഛാ, അയാളുടെ പൈസ തരാണ്ട് പോന്ന്. എടോ, ഊണ് കഴിച്ച പൈസ ഇല്ല. എടോ, വീട്ടിലെ ഊണാണോ ഞാൻ കഴിച്ചത്? നല്ല ഒന്നാന്തര വീട്ടിലെ ഊണാ. നിങ്ങൾക്ക് എന്താ സംശയമുണ്ടോ? ഞാൻ സ്ഥിരമായിട്ട് വീട്ടിൽ നിന്ന് ഊണ് കഴിക്കാറുണ്ട്, പക്ഷെ പൈസ കൊടുക്കാറില്ല. വീട്ടിൽ നിന്ന് ഊണ് കഴിച്ചിട്ട് ആരെങ്കിലും പൈസ കൊടുക്കുക? മോളെ പണി പാളി, ഓനെ കുറ്റം പറഞ്ഞൊന്നും കാര്യമില്ല. എന്നാലും അച്ഛാ, അയാൾ എന്തിനാ പൈസ തരാണ്ട് പോയത്? മോളെ നമ്മൾ വീട്ടിൽ നിന്ന് ഊണ് കഴിച്ചാല് പൈസ കൊടുക്കുക? ഇല്ല. അതന്നെ അവരും പറയുന്നത്. ഊണ് കഴിച്ചവരൊക്കെ ഇങ്ങനെ പൈസ തരാണ്ട് പോയാ നമ്മുടെ കച്ചവടം പൊളിയില്ല അച്ഛാ. മോളെ വീട്ടിലെ ഊണാണ് പ്രശ്നം, അത് ഞാൻ മാറ്റാം. അച്ഛാ, ബോർഡൊന്നും മാറ്റണ്ട. കച്ചവടം ഉണ്ടാക്കാൻ ഞാൻ ഒരു വഴി കണ്ടിട്ടുണ്ട്. ആ, എനിക്കല്ലേ ബിസിനസ് മൈൻഡ് ഉണ്ടല്ലോ. ബിസിനസ് കൂട്ടാൻ നീ എന്റെ വഴിയാ കണ്ടത്. അച്ഛാ, ഞാൻ 18ാമത്തെ അടവെടുക്കും. അതെന്തടവാ? വീട്ടിലെ ഊണ് വീട്ടിലെ ഊണ് വീട്ടിലെ ഊണ് വീട്ടിലെ ഊണ്. ആൾക്കാരൊക്കെ വരുന്നുണ്ടല്ലോ മോളെ, നിന്റെ ഐഡിയ ഫലിച്ചു.